ഒരു പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. ആ പ്രൊമോയിൽ ജാസ്മിനും നന്ദനയും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടത്തിന്റെ സൂചനകൾ അത് മറനീക്കി പുറത്തു വരികയാണ്. നന്ദന ഇതിനകത്ത് കയറാൻ തുടങ്ങിയ സമയത്ത് തന്നെ ലാലേട്ടനോട് പറഞ്ഞിരുന്നു, ഞാൻ അവളെ പുറത്താക്കും എന്നുള്ളത് തന്നെ. അതെ, ഇപ്പോൾ വന്നിരിക്കുന്ന പ്രൊമോയിൽ ആ അംഗപ്പുറപ്പാട് തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആക്ടിവിറ്റി ഏരിയയിലേക്ക് അവർ പോവുകയാണ്. ഇന്ന് അവിടെ പൊരിഞ്ഞ പോരാട്ടങ്ങൾ നടക്കുവാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഓരോരുത്തർക്കായി ഇരിക്കുവാനുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടിട്ടുണ്ട്. ഇന്ന് ചോദ്യോത്തര വേളകളൊക്കെ നടക്കുന്നതിൻ്റെ പ്രൊമോ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അവിടെ വെച്ച് എന്തിനാണ് എന്നറിയില്ല, നന്ദന ജാസ്മിനെ കെട്ടിപ്പിടിക്കുവാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. ആ സമയത്ത് 1 ഹാൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ മാറ്റി നിർത്തുവാൻ ജാസ്മിൻ ശ്രമിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനു മുൻപ് എന്തൊക്കെയോ വാക്ക് തർക്കങ്ങൾ അവർ തമ്മിൽ നടത്തിയിട്ടുണ്ടാവാം. അതിൻ്റെ പ്രതിഫലനമായിട്ടാണ് ഈ കെട്ടിപ്പിടുത്തത്തിന് വേണ്ടി പെട്ടെന്ന് വരുന്നത്. ആ സമയത്ത് തന്നെ ഒരു കൈ അകലെ നിന്ന് സംസാരിച്ചാൽ മതി എന്ന രീതിയിൽ ജാസ്മിൻ അകറ്റി നിർത്തുമ്പോൾ പെട്ടെന്ന് നന്ദന ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഗബ്രി ചേട്ടനെ മാത്രമേ കെട്ടിപ്പിടിക്കുള്ളൂ? അത് കേട്ടപ്പോഴേ ജാസ്മിൻ്റെ വികാരം പൊട്ടി ഒഴുകുവാൻ തുടങ്ങി. അവൾ ചോദിക്കുക, എന്താ പറഞ്ഞ് എന്ന് ചോദിച്ചുകൊണ്ട് പിറകിന് ചെല്ലുമ്പോൾ വീണ്ടും നന്ദന അതേ ചോദ്യം തന്നെ ആവർത്തിക്കുകയാണ്, ഗബ്രി ചേട്ടനെ മാത്രമേ കെട്ടിപ്പിടിക്കുള്ളൂ. ഉടനെ ജാസ്മിൻ ആദ്യം കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, ആരെ കെട്ടിപ്പിടിക്കണം ആരെ കെട്ടിപ്പിടിക്കണ്ട എന്നുള്ളതൊക്കെ ഞാൻ തീരുമാനിക്കും. തുടർന്ന് വീണ്ടും ജാസ്മിൻ പറയുകയാണ്, മോള് ഗബ്രിയെ മാത്രമേ കാണുന്നുള്ളൂ, പക്ഷേ ഞാൻ ഈ വീട്ടിൽ എല്ലാ ആൾക്കാരെയും ഹഗ് ചെയ്യാറുണ്ട്. അപ്പോൾ നന്ദന പറയുകയാണ്, അതെ ഞാൻ അത് മാത്രമേ കാണുന്നുള്ളൂ, രാത്രി വെളുക്കോളവും അതല്ലേ പരിപാടി. പക്ഷേ ചേച്ചി ഇന്നു തൊട്ട് നോട്ട് ചെയ്തോളൂ എന്ന് പറയുന്നു. ഉടൻ തന്നെ ജാസ്മിൻ ചോദിക്കുകയാണ്, എന്നെയോ? അവർ തമ്മിലുള്ള യുദ്ധം ഇവിടെ ആരംഭിക്കുന്നതായിട്ടാണ് ഈ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒടുവിൽ നന്ദന അതിരൂക്ഷമായൊരു വാണിംഗ് തന്നെയാണ് ജാസ്മിന് കൊടുക്കുന്നത്, നീ തയ്ച്ചു വെച്ചോ ഉടുപ്പ്. അതെ, പോരാട്ടം ആരംഭിക്കുകയാണ്. ഇതുവരെ നടന്ന കാര്യങ്ങളൊന്നുമല്ല, ഇതുവരെ കണ്ടതെല്ലാം പൊയ്, ഇനി കാണപ്പോകത് നിജം എന്ന ഡയലോഗ് പോലെയാണ് ഇപ്പോൾ ബിഗ് ബോസിനുള്ളിലെ സ്ഥിതിഗതികൾ. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പോരാട്ടങ്ങൾ, നേർക്കുനേർ നിന്നുകൊണ്ടുള്ള ആക്രമണങ്ങളും അടിയും ബഹളവും ഒക്കെ സംഭവിക്കാൻ പോവുകയാണ്. എന്തായാലും നന്ദന വളരെ കൃത്യമായി തന്നെ ജാസ്മിനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.